നമ്മുടെ രാജ്യത്തെ എല്ലാവിധ ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങളും പ്രവർത്തിക്കേണ്ടത് പൗരന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നാണ് വയ്പ്. എന്നാൽ അവർ തന്നെ പലപ്പോഴും പൗരന്റെ ജീവനെടുക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതിന് യാതൊരുവിധ അധികാരവും അവർക്കില്ലെങ്കിലും അവരത് ചെയ്യുന്നു. പറഞ്ഞു വരുന്നത് വ്യാജ ഏറ്റുമുട്ടലിലൂടെയും പോലീസ് കസ്റ്റഡിയിലുമൊക്കെയുള്ള കൊലപാതകങ്ങളെക്കുറിച്ചാണ്. വലിയ ചർച്ചയാവുന്ന വിഷയങ്ങളാണെങ്കിലും താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അതൊതുക്കുകയാണ് കേരളത്തിലുൾപ്പെടെ നടന്നു പോരുന്ന ഒരു രീതി. പോലീസിംഗിന്റെ ക്രൂരതയ്ക്ക് കൂടുതലും ഇരകളായി മാറുന്നത് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായതുകൊണ്ട് തന്നെ പലപ്പോഴും അവ ചർച്ച പോലും ആകാറില്ല. അങ്ങനെ മറയ്ക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന വിഷയങ്ങൾ അടയാളപ്പെടുത്തുക എന്ന മാധ്യമ ഉത്തരവാദിത്വമാണ് ഇന്നു മുതൽ പോലീസിംഗ് ഇൻ ക്വസ്റ്റ്യൻ ഏറ്റെടുക്കുന്നത്. കേരള സമൂഹത്തിൽ നടക്കുന്ന പോലീസിംഗ് ക്രൂരതയുടെ ചെറുതും വലുതുമായ ഓരോ സംഭവങ്ങളും രേഖപ്പെടുത്തുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശ്യം. നിയമം പാലിക്കേണ്ടവർ അത് ലംഘിക്കുന്ന സാഹചര്യങ്ങളിൽ പോലീസിംഗ് ഇൻ ക്വസ്റ്റ്യൻ ഓർമ്മപ്പെടുത്തലുമായി എത്തുക തന്നെ ചെയ്യും. പുതിയപാടി പണിയാവൂരിലെ പരേതനായ ചന്ദ്രന്റെയും ഓമനയുടെയും 6 മക്കളിൽ 5ാമനായ ഗോകുൽ. 17കാരനായ ആ ആദിവാസി യുവാവിനെ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ ഷവറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ മാർച്ച് 27 രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഗോകുലിനെ സ്റ്റേഷനിൽ എത്തിക്കുന്നത്. ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്ന ഗോകുൽ ശുചിമുറിയിലെ ഷവറിൽ ഇട്ടിരുന്ന ഫുൾക്കൈ ഷർട്ട് ഉപയോഗിച്ച് തൂങ്ങി മരിച്ചുവെന്നായിരുന്നു പോലീസ് ഭാഷ്യം. എന്നാൽ പ്രായപൂർത്തിയാകാത്ത ഗോകുലിനെ, ഒരു കേസിലും പ്രതിയല്ലാത്തൊരു കുട്ടിയെ രാത്രി മുഴുവൻ എന്തിന് സ്റ്റേഷനിൽ നിർത്തി? ഗോകുലിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസുകാർ ഈ സമയങ്ങളിൽ എവിടെയായിരുന്നു? വിഷയം ചർച്ചയായതിനു പിന്നാലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട 2 കീഴുദ്യോഗസ്ഥർ മാത്രമാണോ ഇതിലെ കുറ്റക്കാർ? ഇതിനെല്ലാം ഉത്തരം തിരയുന്നതിന് മുൻപായി എന്താണ് സംഭവിച്ചതെന്നും അതിലേക്ക് നയിച്ചതും തുടർന്നുണ്ടായ കാര്യങ്ങളും ഒന്ന് പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മകളെ കാണാനില്ല. ഈ പരാതിയുമായിട്ടാണ് ഒരു ആദിവാസി പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. ആ പരാതിയിൽ നിന്നാണ് ഗോകുലിന്റെ മരണം വരെ നീളുന്ന സംഭവ വികാസങ്ങളുടെ തുടക്കം. പരാതി ലഭിച്ചതോടെ കൽപ്പറ്റ പോലീസ് മിസ്സിംഗ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അടുത്ത ദിവസങ്ങളിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഗോകുലിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡിലെത്തി. ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ഗോകുലിലേക്ക് എത്തുന്നത്. ശരിക്കും പോലീസ് എത്തി അന്വേഷണം നടത്തുമ്പോഴാണ് ഗോകുലിനെയും കാണാനില്ല എന്ന കാര്യം അവന്റെ വീട്ടുകാരുടെ ശ്രദ്ധയിലും പെടുന്നത്. കൂലിപ്പണി ചെയ്തിരുന്ന ഗോകുൽ സാധാരണ ദിവസങ്ങളോളം കാട്ടിലോ മറ്റു ഊരുകളിലേക്കോ പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ദിവസങ്ങളായി കാണാതിരുന്നിട്ടും വീട്ടുകാർക്ക് സംശയം ഉണ്ടായിരുന്നതുമില്ല. പക്ഷേ പോലീസ് എത്തിയതോടെ കാര്യങ്ങൾ ആകെ മാറി. 18ാം വാർഡിലെ പ്രൊമോട്ടർ സിനിയെ ഗോകുലിന്റെ കുടുംബം ചെന്ന് കാണുകയും പരാതി നൽകണമെന്ന കാര്യം ധരിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഇതുവരെ പരാതിപ്പെട്ടില്ല എന്ന സിനിയുടെ ചോദ്യത്തിനും കുടുംബം നൽകിയത് നേരത്തെ പറഞ്ഞ അതേ കാരണങ്ങളായിരുന്നു. പിന്നാലെ ഗോകുലിന്റെ കുടുംബവും മാർച്ച് 29 മകനെ കാണാനില്ലെന്ന് അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 2 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 31 വൈകിട്ടോടെ കോഴിക്കോട് അരയിടത്ത് പാലത്ത് നിന്ന് പെൺകുട്ടിയെയും ഗോകുലിനെയും കോഴിക്കോട് വനിതാ പോലീസ് കണ്ടെത്തുന്നു. 2 കുട്ടികൾ കോഴിക്കോട് ബീച്ചിന് സമീപം സംശയാസ്പദമായ രീതിയിൽ കറങ്ങി നടക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് ഇരുവരെയും കണ്ടെത്തുന്നത്. അപ്പോഴേക്കും സമയം വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ കൽപ്പറ്റയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ കുട്ടികളാണ് അവരെന്ന് വനിതാ പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഉടൻ തന്നെ കൽപ്പറ്റ പോലീസിന് കോഴിക്കോട് വനിതാ പോലീസ് വിവരം കൈമാറുന്നത്. 1.5 മണിക്കൂറിനുള്ളിൽ എത്താമെന്ന പ്രതികരണമായിരുന്നു കൽപ്പറ്റ പോലീസ് നൽകിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ SHO ശ്രീസിത. അതുകൊണ്ടാണ് ഇരുവരെയും വൈദ്യപരിശോധനയ്ക്ക് ശേഷവും സ്റ്റേഷനിൽ ഇരുത്തിയതെന്നും 8:30 എത്തിയ കൽപ്പറ്റ പോലീസിന് കുട്ടികളെ കൈമാറിയെന്നുമാണ് കോഴിക്കോട് വനിതാ പോലീസിന്റെ ഭാഗം. കുട്ടികളെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പെൺകുട്ടിയെ മാത്രം സർക്കാരിന്റെ സഖി ഷെൽട്ടർ ഹോമിലേക്ക് പോലീസ് മാറ്റി. എന്നാൽ ഗോകുലിനോട് സ്റ്റേഷനിൽ തുടരാൻ ആവശ്യപ്പെട്ടു. അവിടെ മുതൽ, ആ നിമിഷം മുതൽ കൽപ്പറ്റ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ആരംഭിക്കുകയാണ്. ഒരു വ്യക്തിയോട്, അതും പ്രായപൂർത്തിയാകാത്ത ഒരാളോട് രാത്രി മുഴുവൻ സ്റ്റേഷനിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരം പോലീസിന് ഇല്ലാതിരിക്കെ
സ്ത്രീകളെയും കുട്ടികളെയും രാത്രികാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ നിർത്തരുതെന്ന സുപ്രീം കോടതി ഉത്തരവുകൾ നിലനിൽക്കെ പിന്നെന്തിന് ഗോകുലിനെ അവിടെ നിർത്തിയതെന്നത് സംശയാസ്പദമാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. കുട്ടികൾ ഉൾപ്പെടുന്ന കേസാണെങ്കിൽ അപ്പോൾ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ അവരെ ഹാജരാക്കണം എന്നതാണ് ചട്ടം. അത് കേസുണ്ടെങ്കിലുള്ള കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് മാത്രമാണ്. ഗോകുലിനെ കാണാനില്ലെന്ന പരാതിയാകട്ടെ അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലുമാണ്. ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ് ആളെ കണ്ടുകിട്ടുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാണ് അടുത്ത നടപടി. അതായത് പെൺകുട്ടിയെ സഖിയിലേക്ക് മാറ്റിയതിൽ പോലീസ് സ്വീകരിച്ചത് കൃത്യമായ നിയമവഴിയായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ അടുത്ത ദിവസം മാത്രമേ പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ സാധിക്കൂ. അതുവരെ സഖിയിൽ താമസിപ്പിക്കുക എന്ന നിയമവഴിയാണ് കൽപ്പറ്റ പോലീസ് അവിടെ സ്വീകരിച്ചത്. അടുത്ത ദിവസം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതോടെ കൽപ്പറ്റ പോലീസിന്റെ ചുമതലയും കഴിയും. പക്ഷേ ഗോകുലിന്റെ കാര്യത്തിൽ മാത്രം അവർ എല്ലാവിധ നിയമങ്ങളെയും കാറ്റിൽ പറത്തുകയായിരുന്നു. അവർ ആ കുട്ടിയെ അകാരണമായി ആ സ്റ്റേഷനിൽ രാത്രി മുഴുവൻ നിർത്തി. ഗോകുലിനെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ സൂക്ഷിച്ചത് സെല്ലിനുള്ളിലാണെന്ന് വരെ ആരോപണങ്ങളും നിലവിൽ ഉയരുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തനിച്ചു വിടണ്ടല്ലോ എന്ന് കരുതിയാണ് സ്റ്റേഷനിൽ തന്നെ നിർത്തിയത് എന്നാണ് കൽപ്പറ്റ പോലീസ് പ്രതികരിക്കുന്നത്. എന്നാൽ ഗോകുലിന്റെ മരണശേഷം വയനാട് SP തപോഷ് പസുമതാരിയുടെ ആദ്യ പ്രതികരണം ഇതിന് നേർവിപരീതമായ കാര്യങ്ങളായിരുന്നു. ഇന്നലെ ഡിറ്റക്ട് ആയതുകൊണ്ട് സംശയം തോന്നിയതുകൊണ്ട് കുറച്ച് നമുക്ക് വെരിഫൈ ചെയ്യാനുണ്ടായിരുന്നു എന്താണ് യഥാർത്ഥ കാര്യങ്ങൾ. അതിനുശേഷം എന്തെങ്കിലും നടപടി എടുക്കാനുള്ള സംവിധാനമേ ഉള്ളൂ. അതായത് പോക്സോ കേസ് എടുക്കണോ എന്നറിയാനുള്ള വെരിഫിക്കേഷന് വേണ്ടിയാണ് പ്രായപൂർത്തിയാകാത്ത ഗോകുലിനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയത് എന്നർത്ഥം. അപ്പോൾ പിന്നെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് കൃത്യത വരുത്താൻ സ്റ്റേഷൻ SHOയെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഉത്തരം ലഭിച്ചിരുന്നില്ല. നമ്മൾ ഇതിൽ ഒരു റോളും ഇല്ല. നമ്മൾ അതുമായിട്ട് ഗോകുലിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റോളും നമുക്കില്ല. അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. അവരാണ് ചോദിക്കണം ഈ കാര്യങ്ങളൊക്കെ. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച സംബന്ധിച്ച മറ്റൊരു പരാതി ഗോകുലിനെ കിട്ടിയ കാര്യം വിളിച്ചറിയിച്ചതുമായി ബന്ധപ്പെട്ടാണ്. രക്ഷിതാവിന്റെ സ്ഥാനത്തുള്ള രവി എന്നയാൾക്ക് പകരം സ്റ്റേഷനിൽ എത്തിച്ച കാര്യം ഭർത്തൃവീട്ടിൽ കഴിയുന്ന ഗോകുലിന്റെ മൂത്ത സഹോദരിയെയാണ് പോലീസ് വിളിച്ചറിയിച്ചത്. അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ഗോകുലിന്റെ രക്ഷിതാക്കളെ അറിയിച്ചത് ഏപ്രിൽ 1 രാവിലെ 6:45 മാത്രമാണെന്നാണ് രവി പറയുന്നത്. തന്നോട് കൂട്ടിക്കൊണ്ടുപോകാനുള്ള രേഖകളുമായി വരാനാണ് പോലീസ് അറിയിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗോകുലിനെ കോഴിക്കോട് നിന്ന് കണ്ടെത്തിയെന്നതായിരുന്നു പോലീസ് സഹോദരി വിളിച്ചറിയിച്ചത്. ബാത്റൂമിൽ പോയ ഗോകുൽ 15 മിനിറ്റായിട്ടും എത്താതായതോടെയാണ് പോലീസിന് സംശയം തോന്നുന്നത്. അപ്പോൾ സമയം 8 മണി. വിളിച്ചിട്ടും തുറക്കാതായതോടെ ചവിട്ടിപ്പൊളിച്ച് നോക്കുമ്പോൾ ഷവറിൽ ഇട്ടിരുന്ന ഫുൾക്കൈ ഷർട്ടിന്റെ ഒരു കൈയിൽ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുകയായിരുന്നു ഗോകുൽ എന്നാണ് പോലീസ് പറയുന്നത്. അവിടെ നിന്ന് ലിയോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും ഗോകുലിനെ രക്ഷിക്കാനായില്ല. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം. അതിനുശേഷം കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകുകയായിരുന്നു. കുടുംബത്തെ രാവിലെ വിളിച്ചറിയിച്ചതനുസരിച്ച് ഗോകുലിനെ കൂട്ടിക്കൊണ്ടുപോകാൻ അവരൊരു 10:45 ആയപ്പോഴേക്കും എത്തിയെങ്കിലും മരണവാർത്തയാണ് അവർക്ക് കേൾക്കേണ്ടി വന്നത്. സംഭവത്തിൽ GD എൻട്രിയിൽ ഉണ്ടായിരുന്ന ASI ദീപ, പാറാവിലുണ്ടായിരുന്ന ശ്രീജിത്ത് എന്നിവരെ ജാഗ്രത കുറവുണ്ടായി എന്ന പേരിൽ സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ അന്വേഷണത്തിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടായി എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ ആ റിപ്പോർട്ടും ഇപ്പോൾ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണവും തൃപ്തികരമല്ല എന്നാണ് കുടുംബവും ആദിവാസികൾക്കെതിരായ അതിക്രമ വിരുദ്ധ സമിതിയും പറയുന്നത്. അന്വേഷണം CBIക്ക് വിടണമെന്നതാണ് സമിതിയുടെ പ്രധാന ആവശ്യം. ഒരു ആദിവാസിയായ പ്രായപൂർത്തിയാകാത്ത പയ്യനെ ഒരു കേസും രജിസ്റ്റർ ചെയ്യാനിട്ടും എന്തിന് രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ നിർത്തി എന്നിടത്ത് ഗുരുതരമായ നിയമലംഘനമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് സംശയം തോന്നുന്നവരെ പോലീസ് സാധാരണയായി കസ്റ്റഡിയിലെടുക്കുക. അങ്ങനെ കസ്റ്റഡിയിലെടുക്കുന്നവരെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നും വ്യവസ്ഥയുണ്ട്. എന്നാൽ ഗോകുലിന്റെ കേസിൽ FIR ഒന്നും നിലവിലില്ല. തനിക്ക് 18 വയസ്സായി എന്ന് ഗോകുൽ പറഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. അത് വെള്ളം തൊടാതെ വിഴുങ്ങിയ പോലീസ് ഗോകുലിന്റെ യാതൊരു രേഖകളും പരിശോധിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലപ്രയോഗങ്ങളുടെ സൂചന ഒന്നുമില്ലാതിരിക്കുമ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയത് സംബന്ധിച്ചും നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ഗോകുലിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു കസ്റ്റഡി മരണം ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ ഒന്നും സ്വീകരിച്ചില്ല എന്ന് ആരോപിക്കുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിക്കുന്ന ഒരാളുടെ പോസ്റ്റ്മോർട്ടം 3 വ്യത്യസ്ത സ്ഥാപനങ്ങളിലെ സർജന്മാരുടെ സംഘമായിരിക്കണം നടത്തേണ്ടത് എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. അത് ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്.
ഗോകുൽ ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്ന കുട്ടിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നതായും ആരോപണങ്ങളുണ്ട്. ഗോകുലിന്റെ ഇടതു കൈത്തണ്ടയിൽ പോസ്റ്റ്മോർട്ടം സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട മുറിപ്പാടുകൾ നേരത്തെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന്റെ തെളിവാണെന്നാണ് പോലീസ് വാദിക്കുന്നത്. എന്നാൽ സ്വന്തം മകൻ നേരത്തെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നാണ് അമ്മ ഓമന സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനു പുറമെ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നയാളുടെ മൊഴിപ്രകാരം ഗോകുലിന്റെ ഇടത് കൈത്തണ്ടയിൽ ഉണ്ടായിരുന്നത് താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെ പേര് കൊത്തിവെച്ച പാടാണ്. അങ്ങനെയിരിക്കെ എന്തിനായിരിക്കും ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കാനുള്ള പോലീസ് ശ്രമങ്ങൾ നടത്തുന്നത്? അത് സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. ഒരാൾ ഒരു ഷവറിൽ ഷർട്ട് ഉപയോഗിച്ച് തൂങ്ങി മരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് കുടുംബത്തിന്റെ മറ്റൊരു ചോദ്യം. അത്രയേറെ ഭാരം താങ്ങാൻ ഷവറിനോ അല്ലെങ്കിൽ ഒരു തുണിക്കോ കഴിയുമോ എന്ന് സമരസമിതിയും ചോദിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചെത്തിയ പോലീസ് ഗോകുലിനെ പുറം ലോകം കാണിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതായി നാട്ടുകാരുടെ പ്രതികരണമുണ്ട്. ആ ബസ് ഇറങ്ങണല്ലേ, ആ കവലന്റെ കുറച്ച് മുന്നിൽ ഞങ്ങൾ എല്ലാരും കൂടി നിൽക്കുകയായിരുന്നു. അപ്പൊ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്, ഈ ചെക്കനെ കൈ കിട്ടിയ വെറുതെ വിടൂലെന്ന്, പുറലോകം കാണിക്കില്ല എന്നാ പറഞ്ഞ പോലീസുകാരന്. ഞങ്ങൾ എല്ലാവരും എടുത്തു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ സ്റ്റേഷനിലെത്തിച്ച ആ 17-കാരനായ ആദിവാസി ബാലനെ പോലീസ് മാനസികമായി ബുദ്ധിമുട്ടിച്ചുണ്ടാകാമെന്നും അവർ ആരോപിക്കുന്നുണ്ട്. പോക്സോ കേസ് ചുമത്താനുള്ള വെരിഫിക്കേഷൻ നടത്തിയിരുന്നുവെന്ന SP-യുടെ പ്രതികരണവും ഇതോടൊപ്പം ചേർത്ത് വേണം വായിക്കാൻ. ഗോകുൽ പേടിച്ച് ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് പോലീസും പറയുന്നത്. പക്ഷേ അത്തരം ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഒരു ആദിവാസി ബാലനെ തള്ളിവിട്ടത് ആരാണ് എന്ന ചോദ്യം അപ്പോഴും മുഴച്ചു നിൽക്കുന്നു. SIയും SHO ആയ CIയും ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്ന സമയത്താണ് ഗോകുൽ ശുചിമുറിയിലേക്ക് പോകുന്നത്. എന്നാൽ നടപടി 2 കീഴുദ്യോഗസ്ഥരിലേക്ക് മാത്രമായി ഒതുങ്ങുന്നു. അതിലൊരാൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനുമാണ്. ജയമോഹന്റെ 100 സിംഹാസനങ്ങളിലെ കഥാസന്ദർഭം കൽപ്പറ്റയിൽ യാഥാർത്ഥ്യമാകുന്നതാണ് അവിടുത്തെ കാഴ്ച. പരിഷ്കൃതരെന്ന് സ്വയം അഭിമാനിക്കുന്ന സമൂഹത്തിന്റെ അതിക്രമങ്ങളുടെ ഇരകളായി ഇനിയും എത്ര കാലം ആദിവാസി ഗോത്രവിഭാഗങ്ങൾ ജീവിക്കണം? ഗോത്രവിഭാഗങ്ങളുടെ സാമൂഹ്യ ജീവിതം മുഖ്യധാരാ ബോധ്യങ്ങൾ കൊണ്ട് വിലയിരുത്താൻ കഴിയുന്നതല്ല എന്ന തിരിച്ചറിവ് ഇനി എന്നാണ് ഇവിടുത്തെ പോലീസിംഗ് സംവിധാനങ്ങൾക്കും ഭരണകൂടത്തിനും വരിക? ആദിവാസി വിഭാഗങ്ങളോടുള്ള നിയമവ്യവസ്ഥയുടെയും നിയമപാലകരുടെയും മുൻവിധി എന്നാണ് അവസാനിക്കുക? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗർഭിണിയായ ഭാര്യയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന വിശ്വനാഥനെ കേരളം അത്ര വേഗം മറന്നിട്ടുണ്ടാകില്ല. ആൾക്കൂട്ടം നടത്തിയ വിചാരണ നേരിട്ടതിന് പിന്നാലെയായിരുന്നു വിശ്വനാഥനെ മെഡിക്കൽ കോളേജിന് സമീപം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അട്ടപ്പാടി മുക്കാലിക്കടുത്ത് കടുകുമണ്ണ ആദിവാസി ഊരിലെ മധു, വയനാട് പനമരത്തെ ഓട്ടോ ഡ്രൈവർ രതിൻ, തൃശൂർ ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകൻ, ഇങ്ങനെ നീളുന്നുണ്ട് കേരള സമൂഹത്തിന്റെ കപട പൊതുബോധത്താൽ വധിക്കപ്പെട്ടവരുടെ പട്ടിക. കൂട്ടുകാരിയായ പെൺകുട്ടിയോടൊപ്പം കണ്ട രതിനെതിരെ പോക്സോ കേസ് ചുമത്തുമെന്ന പോലീസിന്റെ ഭീഷണിയായിരുന്നു അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. പോലീസിന്റെ മോഷണ കുറ്റാരോപണം വിനായകന്റെ മരണത്തിനു പിന്നിൽ. അതിലേക്ക് ഇപ്പോഴിതാ ഒരു പേര് കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു. രതിന്റെ ആയാലും വിനായകന്റെ ആയാലും ഗോകുലിന്റെ ആയാലും മരണകാരണം ആത്മഹത്യയാണെങ്കിലും അതിലേക്ക് നയിച്ചത് പോലീസിന്റെ മുൻധാരണകളായിരുന്നു. അവരിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചില ബോധ്യങ്ങളായിരുന്നു. ആദിവാസികളും ദളിതുകളും മുസ്ലിങ്ങളും ക്രിമിനലുകളാണെന്ന ബോധ്യമുള്ളവരാണ് ഒരു വിഭാഗം ഇന്ത്യൻ പോലീസ് എന്ന റിപ്പോർട്ട് അടുത്തിടെയാണ് പുറത്തു വന്നത്. അതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും ആവർത്തിക്കുന്നത്. അതിങ്ങനെ അവസാനമില്ലാതെ തുടരുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം.